എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയ ഒരു കഥയെന്ന് വെച്ചാൽ ലൈഫ് ഓഫ് ജോസൂട്ടിയാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ളൊരു സ്റ്റോറി. അതില് അതില് ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്നത് ജോസൂട്ടി എഴുതിയ സുവിശേഷം എന്നായിരുന്നു ഹസ്ബൻഡ് എഴുതിയിരുന്ന ആ സ്ക്രിപ്റ്റിന്റെ പേര്. അത് മാറ്റിയിട്ടാണ് ലൈഫ് ഓഫ് ജോസൂട്ടി എന്നാക്കിയത്. അത് ആക്ച്വലി ഹസ്ബൻഡ് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ആർട്ടിസ്റ്റുകളായിട്ട് ടിനി ടോം, നന്ദു, കൈലാഷ്, അപ്പം ഇവരെല്ലാവരും ഇതൊക്കെയാണ് കാസ്റ്റിംഗ്. ഇവരെല്ലാവരുമായിട്ട് പ്രൊഡ്യൂസറുമായിട്ട് ശ്രീലങ്കയിൽ ഷൂട്ട് ചെയ്യാൻ പോയി. എല്ലാം ഓക്കെ ആയി, ശ്രീലങ്കയിൽ ഷൂട്ട് ചെയ്യാൻ പോയി. ആ സമയത്ത് അവിടെ എന്തോ ഇഷ്യൂസ്, അവിടുത്തെ എന്തോ ഇഷ്യൂസ്, ജല്ലിക്കട്ടോ അങ്ങനെ എന്തോ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇത് ഡയറക്ടർ വഴിയാണ് പോയി ഇത്രയും ആൾക്കാരെ അവിടെ ഇന്ന ലൊക്കേഷനിൽ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യിക്കണം എന്നുള്ള ഒരു കാരണം പറഞ്ഞിട്ട് ഈ പ്രൊഡ്യൂസർ ജിത്തു ജോസഫിൻ്റെ ഡേറ്റ് കിട്ടിയെന്നും പറഞ്ഞ് പുള്ളീനെ കൊണ്ട് ചെയ്യിക്കാനാണ്. ഇനി എനിക്കിങ്ങനെ പറ്റില്ല, ഒരുപാട് നഷ്ടം വന്നു കാശ്, അപ്പം പുള്ളി എഴുതി കൊടുക്കണം എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. അപ്പം നന്ദേട്ടൻ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാവമാണ്. നന്ദേട്ടൻ വേറൊന്നും വിചാരിച്ചിരുന്ന, നന്ദേട്ടൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഈ പ്രൊഡ്യൂസർ. അപ്പോൾ പുള്ളി അവൻ ഓക്കെ, അവൻ എന്നോട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവൻ കുഴപ്പമില്ല, ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവനായിട്ട് അത്രയും കാശ് നഷ്ടപ്പെടുത്തിയതല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇത് വെറുതെ എഴുതി കൊടുക്കുക ചെയ്തത്. അതിനകത്ത് ഏറ്റവും വലിയ സങ്കടം, ഇന്നും ആ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ കുമാർ നന്ദയാണെന്ന് ആർക്കും അറിയില്ല.